കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസൺ താരലേലത്തിൽ വില കൂടിയ താരമായി സിബിൻ ഗിരീഷ്. സിബിനെ 11.80 ലക്ഷം രൂപയ്ക്ക് ആലപ്പി റിപ്പിൾസ് സ്വന്തമാക്കി. അടിസ്ഥാന വില 75,000 രൂപയിൽ നിന്നാണ് സിബിന് 11.80 ലക്ഷം രൂപ ലഭിച്ചത്. കഴിഞ്ഞ സീസണിൽ തൃശൂർ ടൈറ്റൻസിന്റെ താരമായിരുന്നു സിബിൻ ഗിരീഷ്. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ സിബിൻ സച്ചിൻ ബേബിയെയും മറികടന്നാണ് 11.80 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ലേലം വിളിച്ചിരിക്കുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? താരലേലത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ആവേശകരമായ രീതിയിലാണ് മുന്നേറുന്നത്. ചാരു ശർമ്മ, പ്രശസ്ത കമന്റേറ്ററും ഓപ്ഷണറുമായ ചാരു ശർമ്മയാണ് ലേല നടപടികൾ നിയന്ത്രിക്കുന്നത്. സിബിൻ ഗിരീഷ് വളരെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമായി അല്ലെങ്കിൽ ഓപ്ഷനായി മാറിയിരിക്കുന്നു. സിബിൻ ഗിരീഷ് 75,000 രൂപ മാത്രമായിരുന്നു അടിസ്ഥാന വില. അവിടെ നിന്നാണ് ആലപ്പി റിപ്പിൾസ് സിബിനെ 11.80 ലക്ഷം രൂപയ്ക്ക് വിളിച്ചെടുത്തത്. KCLലെ നിലവിൽ രണ്ടാമത്തെ വിലയേറിയ താരം കൃഷ്ണദേവനാണ്. 11.20 ലക്ഷം രൂപയ്ക്കാണ് കാലിക്കറ്റ് ഗ്ലോബേഴ്സ് കൃഷ്ണദേവനെ അല്പസമയം മുമ്പ് വിളിച്ചെടുത്തത്. കൃഷ്ണദേവന്റെയും അടിസ്ഥാന വില 75,000 രൂപ മാത്രമാണ്. അതിൽ നിന്നാണ് 11.20 ലക്ഷത്തിലേക്ക് കൃഷ്ണദേവന്റെ വിലയും ഉയർന്നത്. കഴിഞ്ഞ സീസണിലും കാലിക്കറ്റ് ഗ്ലോബേഴ്സിന്റെ താരമായിരുന്നു കൃഷ്ണദേവൻ. സച്ചിൻ ബേബി നമുക്കറിയാം ഏറ്റവും കേരളത്തിലെ ഏറ്റവും മുതിർന്ന താരമാണ്, ഏറ്റവും പ്രതിഭാസമ്പന്നനായ താരമാണ് സച്ചിൻ ബേബി. എല്ലാ ഫോർമാറ്റും ഒരുപോലെ കളിക്കുന്ന താരം. നമുക്കറിയാം ആദ്യ സീസണിന്റെ ഫൈനലിൽ സച്ചിൻ ബേബിയുടെ മാസ്മരിക പ്രകടനം നമ്മൾ കണ്ടതാണ്. ആ സച്ചിൻ ബേബിയെ 10 ലക്ഷത്തിനാണ് ഇത്തവണ ആലപ്പി റിപ്പിൾസ് സ്വന്തമാക്കിയത്. 2 സീസണിലും കൊല്ലത്തിന്റെ താരമായിരുന്നു സച്ചിൻ ബേബി. സച്ചിൻ ഇപ്പോൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. 10 ലക്ഷം രൂപയ്ക്കാണ് സച്ചിൻ ബേബിയുടെ ഓപ്ഷൻ. ഓൾറൗണ്ടർ അബ്ദുൾ ബാസിദ് എല്ലാ സീസണിലും വലിയ വിലയുള്ള താരമാണ്. ഇത്തവണ 8 ലക്ഷത്തിനാണ് ആലപ്പി റിപ്പിൾസ് ബാസിദിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. വിഷ്ണു വിനോദ് IPL താരമാണ്. മുംബൈയുടെയും ഹൈദരാബാദിന്റെയും ഒക്കെ താരമായിരുന്ന വിഷ്ണു വിനോദിനെ 7.80 ലക്ഷം രൂപയ്ക്കാണ് ട്രിവാൻഡ്രം റോയൽസ് ഇത്തവണ തലസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. ഓൾറൗണ്ട് നിഖിൽ MS-നെ 6.20 ലക്ഷത്തിന് തൃശൂർ സ്വന്തമാക്കിയെങ്കിലും RTM ഉപയോഗിച്ച് ട്രിവാൻഡ്രം നിഖിലിനെ നിലനിർത്തുകയായിരുന്നു. അതേ തുകയ്ക്ക് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. IPL താരം KM ആസിഫ്, നമുക്കറിയാം ദീർഘനാൾ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം പിന്നീട് രാജസ്ഥാൻ റോയൽസിനൊപ്പം കളിച്ച ഫാസ്റ്റ് ബൌളർ KM ആസിഫിനെ 4.80 ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസ് ഇന്ന് ലേലത്തിൽ സ്വന്തമാക്കി. പക്ഷേ റൈറ്റ് ടു മാച്ച് ഉപയോഗിച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, നമുക്കറിയാം സഞ്ജു സാംസന്റെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട താരം കൂടിയാണ് ആസിഫിനെ സഞ്ജു കഴിഞ്ഞ വർഷം കളിക്കുന്ന സഞ്ജു ലീഗിൽ കളിക്കുന്നില്ല. സാലി സാംസൺ ആകും ആ ടീമിനെ നയിക്കുന്ന കഴിഞ്ഞ വർഷത്തെ പോലെ. ഏതായാലും അവിടേക്ക് ബ്ലൂ ടൈഗേഴ്സിലേക്ക് ആസിഫ് തിരിച്ച് എത്തിച്ചു. 4.80 ലക്ഷം രൂപയ്ക്ക് എത്തിച്ചു. അക്ഷയ് മനോഹർ 4.8 ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസിൽ എത്തി. സിജോമോൻ ജോസഫ് 4.40 ലക്ഷത്തിന് ട്രിവാൻഡ്രം റോയൽസിനെ താരമായി മാറുകയാണ്. MS അഖിൽ 3.80 ലക്ഷം രൂപയ്ക്കാണ് തൃശൂർ ടൈറ്റൻസിൽ എത്തുന്നത്. KCL ആദ്യ സീസണിലെ ഏറ്റവും വിലയേറിയ താരം കൂടിയായിരുന്നു അഖിൽ. ഏതായാലും താരലേലം പുരോഗമിക്കുകയാണ്. കൊല്ലം സേലേസ് ഇതിനകം തന്നെ 16 താരങ്ങൾ, പരമാവധി വിളിക്കാവുന്ന 16 താരങ്ങളെയും ലേലത്തിൽ സ്വന്തമാക്കി കഴിഞ്ഞു. മറ്റുള്ള ടീമുകളും ട്രിവാൻഡ്രം റോയൽസിന്റെയൊക്കെ ഇനി വളരെ കുറച്ച് താരങ്ങൾ കൂടി അവർക്ക് എടുത്താൽ മതി. അങ്ങനെ താരലേലം വളരെ ആവേശകരമായി മുന്നേറുകയാണ്. KCA പോലും ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 സീസണുകൾ കൊണ്ട് KCL വളരെ പ്രധാനപ്പെട്ട, രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2020 ലീഗായി മാറിയത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.